2029 എന്നൊരു വർഷമുണ്ടെങ്കിൽ കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ വരും, സംശയിക്കേണ്ട. 2029 എന്നൊരു വർഷമുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വരും ഇന്ത്യയിൽ. എന്നാൽ ഇന്ത്യ കണ്ട ഏറ്റവും ദുരന്ത കാലഘട്ടം അതായിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോളി, നിങ്ങൾ എഴുതി വെച്ചോളി. BJPയേക്കാൾ 1000 മടങ്ങ് പ്രയാസമായ കാലഘട്ടമായിരിക്കും ആ കാലഘട്ടം, യാതൊരു സംശയമില്ല. ഇപ്പം നിങ്ങളത് ഉൾക്കൊള്ളൂല. നിങ്ങൾ 2032 നിങ്ങളും ജീവിച്ചിട്ടുണ്ടെങ്കിൽ പറയാം, അന്നാ പറഞ്ഞ് ശരിയായിരുന്നു. ഇപ്പം നിങ്ങൾ എതിർക്കും, ഇയാൾക്ക് വിരാണ്ടാണ്. 2019 ഞാൻ പറഞ്ഞു, 2019-ലും 2024-ലും BJP അധികാരത്തിൽ വരും, കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. അന്നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് 2019 കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ എണീറ്റു. 2024-ലും ഇയാൾ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നാടാകെ രാഹുൽ ഗാന്ധി ഇളക്കി മുറിച്ചു. ഇതാ എല്ലാം പറഞ്ഞു, ഇതാ ഗുജറാത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ എല്ലാം ഇപ്പോൾ നമ്മൾ കാസിമിയെ നമ്മൾ കോലം കത്തിക്കും എന്നൊക്കെ പറഞ്ഞു. എവിടെ പോയടങ്ങളൊക്കെ? സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ 2024-ൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ കയറിയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ എവിടെ പോയട? അതാണ് ഒരു മറുപപ്പെട്ട. അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്നെ കൊല്ലാൻ നടക്കുന്നു, എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറയുന്നു 2029-ൽ BJP അധികാരത്തിൽ വരില്ല. എന്നാൽ 2029-ന് ശേഷമുള്ള കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയാൽ BJPയുടെ കാലഘട്ടം സ്വർഗ കാലഘട്ടമാണ് തീരുന്നു എന്ന് നിങ്ങൾ എന്നെ പറയും. നിങ്ങൾ എഴുതിച്ചോളി. ഇപ്പം നിങ്ങൾ അംഗീകരിക്കില്ല, പക്ഷെ എഴുതിച്ചോളി. കുറച്ച് യുവാക്കളായിരിക്കും അന്ന് അഴിഞ്ഞാട്. യുവാക്കൾ അഴിഞ്ഞാടും, മതം എടുത്തു കളയും. മതം എന്നൊരു കാലഘട്ടത്തെ നശിപ്പിക്കുന്ന കാലഘട്ടം കോൺഗ്രസിൻ്റെ അധികാരമുള്ള കാലഘട്ടമായിരിക്കും. കോൺഗ്രസ്സാണ് മതത്തെ നശിപ്പിക്കുക. എന്തുകൊണ്ട്? കോൺഗ്രസ് ഒരു മതപക്ഷത്തുള്ള പാർട്ടിയല്ല. അതിനെപ്പോഴും അപകടകാരിയായി തീരാവുന്നതാണ്. BJP ഒരു അപകടകാരിയായി തീരുന്നതിനൊരു പരിധിയുണ്ട്. കോൺഗ്രസ് അപകടകാരിയായാൽ അതിന് പരിധിയില്ല. അന്തമുള്ളവർക്ക് മനസ്സിലാവും, അന്തല്ലാത്തൊരു പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഇവിടെ 10-20 MP കേരളത്തിൽ ജയിച്ചല്ലോ അല്ലേ? ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ഒരൊറ്റ MP സുരേഷ് ഗോപിയാണ്. ഇതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? അയാൾ ഓരോ സെക്കൻഡിലും പറഞ്ഞ ദൈവത്തെക്കുറിച്ചും സഹസ്രമണ്ഡലത്തെക്കുറിച്ചും ആണ് സംസാരിച്ചത്. എന്താണ് ദൈവം? ഒരു പരാശക്തിയെക്കുറിച്ച് അയാൾ പറഞ്ഞില്ലേ? നിങ്ങൾ ഏത് MP ആണ് പരാശക്തിയെ പറ്റി സംസാരിച്ചത്? ആ ദൈവവും നിങ്ങൾ ദൈവവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വേറെ വിഷയമാണ്, അതവിടെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്. എന്നാൽ ഓരോ സെക്കൻഡിലും സുരേഷ് ഗോപി എന്ന വ്യക്തി ഞാൻ ആ മനുഷ്യരെ കണ്ടിട്ടില്ല. ഞാൻ ആ മനുഷ്യരെ ഒരാളല്ല. നിങ്ങൾ ഇനിയിപ്പോ പറയും കാസിമി BJP. അയാളെ പോലെ പറയാവുന്ന മറ്റൊരു MP ആരാ? ഇതിൻ്റെ അർത്ഥം കേരളം മുഴുവൻ BJP ഭരിക്കണം എന്നല്ല. എന്നാലും അയാൾ അടുത്ത ദൈവനിഷേധിയായ BJP MP വരൂല എന്നും അല്ല, പക്ഷെ വന്ന MP-യെ ബഹുമാനിക്കണമല്ലോ. അയാൾ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് നേർച്ച കൊടുത്തിട്ടും ഒക്കെ അല്ലേ അയാൾ അധികാരത്തിൽ വന്നപ്പോൾ അങ്ങനെയല്ലേ ചെയ്തത്? ഒരാൾ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് നേർച്ച കൊടുത്താൽ അയാളെ നമ്മൾ ബഹുമാനിക്കണ്ടേ? അയാൾ മതവിശ്വാസിയല്ലേ, ദൈവവിശ്വാസിയല്ലേ? അമ്പലവും പള്ളിയും മസ്ജിദും ഒക്കെ ഒരുപോലെയാണെന്ന് വിചാരിക്കുന്ന ഒരു നിരീശ്വരവാദിയോ, അതൊക്കെ തട്ടിപ്പാണെന്ന് വിചാരിക്കുന്ന നിരീശ്വരവാദിയോ? അപ്പൊ അയാളെ കൊണ്ട് വരുന്ന ഒരു എന്ത് തിന്മ വന്നാലും അതിനൊരു പരിധി ഉണ്ടാവും. നമുക്ക് അവിടെ സംസാരിക്കാലോ. എന്തുകൊണ്ട്? അയാൾ ദൈവവിശ്വാസിയല്ലേ. നിങ്ങൾ ബാക്കി MP-മാരിൽ ഒരു MP ആരാണ് പറഞ്ഞത് ഞാൻ ഇന്നാലിന്നൊരു കാര്യം ചെയ്തു, ഞാനൊരു ഖത്തമോദി തീർത്തിട്ടാണ് ഞാൻ ജയിച്ചത് എന്ന് പറഞ്ഞ ആളാരാ? കുറേ തൊപ്പിട്ട് കിടക്കണ ഔലിയാക്കന്മാരുണ്ടല്ലോ. MP ആയതിനു ശേഷം ഒന്നുകൂടി അഹങ്കാരിയായി മുസ്ലിം MP-മാർ. എന്തുകൊണ്ട്?
അവർ കണ്ടു കളിച്ച് മുഴുവൻ ശിർക്കും ബിദഅത്തുമായി. കാരണം നിങ്ങൾ ദുർബലമായിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കി. നിങ്ങൾ നേരെ ചിന്തിക്കുക. ഇത് പടച്ചോന്റെ കൃപയാണ്, ഞാൻ പടച്ചോന് വേണ്ടി ഞാൻ 10 കത്ത് മോദി തീർത്തിട്ടാണ് ഞാൻ MP ആയത് എന്ന് പറഞ്ഞ ഒരു MP ആരാ? മുസ്ലിം MP. ഞാൻ സഹസ്രനാമം ചൊല്ലി എന്ന് പറഞ്ഞ MP ആണല്ലോ സുരേഷ് ഗോപി. അല്ലെങ്കിൽ അതുപോലെ പലതും ആൾ പറഞ്ഞു. ഞാൻ നരസിംഹ മന്ത്രം ചൊല്ലി, ഞാൻ മന്ത്രം ചൊല്ലി, അത് ചൊല്ലി, ഇത് ചൊല്ലി. എന്തായാണെങ്കിലും അതൊരു പരാശക്തിയിലുള്ള വിശ്വാസമല്ലേ, അതിനെ ബഹുമാനിക്കണ്ടേ? ഇന്ന് കേരളത്തിലെ MP-മാരുടെ കൂട്ടത്തിൽ ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞ് എന്ന് ധൈര്യത്തിൽ പറഞ്ഞ ഒരേ ഒരു MP സുരേഷ് ഗോപി. നിങ്ങൾക്ക് എന്ത് പറയാം? നിങ്ങൾ എന്താണ് വിഷയമില്ല, നിങ്ങൾക്ക് എന്ത് പറയാ? അതൊക്കെ നിങ്ങളെ ഇഷ്ടം. അതേസമയത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ നോക്കി, ദൈവത്തെ നിഷേധിക്കുന്ന പേജുകൾ ഇഷ്ടം പോലെ. ദൈവം തന്നെയല്ല, അതൊക്കെ തട്ടിപ്പാണ്. ദൈവം തട്ടിപ്പാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞില്ലല്ലോ, പറയൂല. ദൈവവിശ്വാസിയാണ്. നിങ്ങൾ ചിന്തിക്കണം, മഠയന്മാരും മണ്ടന്മാരുമാണ് മതവിശ്വാസികളിൽ ഇന്ന് ഭൂഭൂരിപക്ഷവും. നിങ്ങൾ കാത്തിരുന്നാളി 2029 വന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അന്ന് ഇന്ത്യയിലെ മതം വിശ്വാസം പൂട്ടു, കഴിഞ്ഞതിൻ്റെ കഥ കഴിയും. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ BJPക്ക് പറച്ചിലുണ്ടാവുള്ളൂ. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുക കോൺഗ്രസ് ആയിരിക്കും. ഇനി പേരിനെങ്കിലും ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ BJP ആലോചിച്ച BJPക്ക് ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ടാവും, അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാവും. എന്തുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കരുതെന്ന് വിശ്വസിക്കുന്ന അനവധി ഹൈന്ദവ നേതാക്കൾ ഇന്ത്യയിലുണ്ട്. എന്നാൽ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണം. കെജ്രിവാള് BJP പക്ഷത്തിൽ നിന്ന് കോൺഗ്രസ് പക്ഷത്തിലേക്ക് ചേർന്നത് എന്തുകൊണ്ടാണ്? യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിൽ BJPക്ക് ആത്മാർത്ഥതയില്ല എന്ന് പറഞ്ഞാണ് ഇവിടെ എങ്ങോട്ട് ചേർന്നത്? കോൺഗ്രസ് പക്ഷത്തേക്ക്. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങളുടെ മണ്ടശിരോമികൾക്ക് അന്തണ്ടാവില്ല. അവർക്ക് കോൺഗ്രസ് ജയിച്ചാൽ എന്ത് ചെയ്യണം എന്നറിയോ? അവർ ഇറക്കി വിടുന്നവരെ, ഇവിടെ മതം വേണ്ടെന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നവരെ കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ ഡൽഹിയിലെ ഓഫീസിൽ പോയി ഇരുന്ന് കിടന്നുറങ്ങണം. അതാണ് മൂല്യമാർക്ക് വേണ്ടത്. ഡൽഹി ചെല്ലുമ്പോൾ അവിടെ ഒരു കോൺഗ്രസിൻ്റെ ഒരു MLA-യുടെ ഒരു MP-യുടെ അല്ലെങ്കിൽ അവിടെ കിടന്നുറങ്ങണം. അവിടെ കിടക്കാൻ പറ്റിയ സൗകര്യം ഇനി ഇവിടെ അങ്ങോട്ട് വേണ്ടട്ടെന്ന് പറയുമ്പോൾ മതസംഘടനകൾ പോലും മതത്തിനെതിരെ സംസാരിക്കും. യാതൊരു സംശയം വേണ്ട. ഇനി ഇവിടെ ഒരു കാലഘട്ടം വരാമുണ്ട്. ആ കാലഘട്ടത്തിൽ ഇനി വരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ മതസംഘടനകൾ പടച്ചോനെതിരെ പറയും. ഇപ്പോൾ പടച്ചോനെ നിയമത്തെ മാത്രമാണ് അവർ നിരാകരിക്കുന്നത്. ഇനി പടച്ചോനെ തന്നെ നിരാകരിക്കും. ഇസ്ലാം എന്നാൽ ഒരു കൾച്ചറാണെന്ന് പറയുന്ന മുസ്ലിം സംഘടനകൾ ഉണ്ടാവും. ഇസ്ലാം ഒരു കൾച്ചറാണ്, ഒരു റിലിജിയൻ അല്ല, ഒരു കൾച്ചറാണ്. പറയും പോലെ അങ്ങനെ പറയും. ഇസ്ലാം ഒരു കൾച്ചറാണെന്ന് പറയും. മുഹമ്മദ് നബി ജീവിച്ചിരുന്നു എന്നതിന് ഉറപ്പില്ല എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ 2050 ഭൂമിയിലുണ്ടാവും. 2050 ഭൂമിയിലുണ്ടാവും. 2050 ഖിയാമത്ത് ഉണ്ടാവില്ല. അങ്ങനെ ഭൂമിയിലുണ്ടാവും, സംശയിക്കണ്ട. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നു എന്നതിന് തെളിവില്ല. എത്രത്തോളം ഇസ്ലാം ഒരു കൾച്ചറാണ്. ഇസ്ലാം ഒരു കൾച്ചറാകുമ്പോൾ കൾച്ചറിന്റെ ഒരു എന്താ പറയാ, ഒരു പുസ്തകം എന്ന നിലക്ക് മാത്രമേ ഖുർആനെ കാണുള്ളൂ. ഒരു കൾച്ചറിന്റെ പുസ്തകം, അറേബ്യൻ കൾച്ചറിന്റെ ഒരു മാനിഫെസ്റ്റോ, അത്രേ ഞാൻ മനസ്സിലാക്കുള്ളൂ. പിന്നെ പഠിച്ചോൻ മിത്തായിരിക്കും. പഠിച്ചോൻ എന്നതൊരു മിത്താണ്. അങ്ങനെയൊക്കെ മുസ്ലിമീങ്ങൾ പറയും. മുസ്ലിം രാഷ്ട്രീയ സംഘടനകൾ ലിബറലൈസ് ചെയ്യപ്പെടും. അടുത്ത് 10 കൊല്ലത്തിന്റെ ഉള്ളിൽ മുസ്ലിം രാഷ്ട്രീയ സംഘടന ലിബറലൈസ് ചെയ്യപ്പെടും. 10 കൊല്ലത്തിനുള്ളിൽ. ഞാൻ പിടിച്ചിക്കാൻ കഴിയില്ല, മതം ഒഴുകിപ്പോവും. ഇന്ത്യയിലെ മതത്തെ നശിപ്പിക്കുന്നത് കോൺഗ്രസ് ഭരണകാലമായിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോളി, റാമത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ BJPയുടെ മുതുക്കന്മാരായിരിക്കും നമുക്ക് നല്ലത് കോൺഗ്രസിന്റെ യുവാക്കളെക്കാൾ. അവർ ഒരു നന്മ അംഗീകരിക്കില്ല, ഒരു ധർമ്മം അവർ സ്വീകരിക്കില്ല. നമുക്ക് നബിദിന ഘോഷയാത്ര നടത്താലോ, നബി ഉണ്ട് എന്ന അഭിപ്രായം അവർക്കുണ്ടല്ലോ. നബി എന്നെ മിത്തായി മാറിയാലോ? ഇന്ത്യയുടെ അധോഗതി 2029 ആരംഭിക്കും. അന്ന് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരും. അത് അധോഗതിയായിരിക്കും. ഇത് മനസ്സിലാക്കാൻ പിന്നെ നിങ്ങൾക്ക് പിന്നെ തേരല്ലല്ലോ. നിങ്ങൾക്ക് ആ തങ്ങളാണോ വലുത്, ഈ തങ്ങളാണോ വലുത്, ഈ വിഷയത്തിലാണ് നിങ്ങൾ ഗവേഷണം നടക്കുന്നത്.
ആ പറഞ്ഞതിൽ ആ തങ്ങൾക്കെതിരുണ്ടോ, ഈ പറഞ്ഞതിൽ ഈ തങ്ങൾക്കെതിരുണ്ടോ എന്നാണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ലാബിൽ വളരെ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കും. ആ വാക്കിൽ ആ തങ്ങൾക്കെതിരില്ലേ, ഈ തങ്ങൾക്ക്, എല്ലാ തങ്ങൾക്കും എതിരുണ്ടടാ. നമുക്ക് വല്യങ്ങളെ കാര്യം സംസാരിച്ചാൽ പോലെ. നമ്മളൊരു തങ്ങൾക്ക് എതിരുമല്ല അനുകൂലമല്ല, ഈ തങ്ങന്മാരെക്ക് എതിരുമല്ല അനുകൂലമല്ല. നമുക്ക് വല്യങ്ങൾ, പിന്നെ അവരോടൊക്കെ നമുക്ക് സ്നേഹമാണ്. ആരോടെ സ്നേഹമില്ലാത്തത്? അള്ളാന്റെ ദീൻ ഇവിടെ ഇല്ലാതായിട്ട് കുറെ തങ്ങന്മാർ മാത്രം ഉണ്ടാവണം. ഇത് മാനുള്ളത് ഇത് സംഭവിച്ചിരിക്കും. ഇസ്ലാം അള്ളാഹു ഒരു മിത്താണെന്ന് പറയുന്ന ആ മുസ്ലിം സംഘടനകൾ കേരളത്തിലുണ്ടാവും, ലോകത്തെവിടെ ഉണ്ടാവും.